ഒറിജിൻ സ്പെക്ട്രൽ ഇന്റർപ്രിറ്റേഷൻ, റിസോഴ്സ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് സെക്യൂരിറ്റി, റീഗോലിറ്റ് എക്സ്പ്ലോറർ. ചുരുക്കി ഓസറിസ് റെക്സ് എന്ന് വിളിക്കുന്ന നാസയുടെ ചരിത്രപ്രധാനമായിട്ടുള്ള മിഷൻ. എന്തുകൊണ്ടാണ് ഈ മിഷൻ ഇത്രയും ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നതാവുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓസറിസ് റെക്സ് എന്ന മിഷൻ എന്താണ്, അതുകൊണ്ട് മനുഷ്യരാശിക്ക് എന്ത് ഉപയോഗമാണുള്ളത്, അതിന്റെ ഫ്യൂച്ചർ പരിപാടികളൊക്കെ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ, സയൻസ് ബ്രോ ഈസ് ഹിയർ. നമ്മുടെ ഭൂമിക്ക് പുറത്ത് സൂര്യനെ സദാ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ചിഹ്നഗ്രഹത്തിലേക്ക് ഭൂമിയിൽ നിന്ന് ഒരു ബഹിരാകാശ പേടകം അയക്കുന്നു. ഈ പേടകം ഈ ചിഹ്നഗ്രഹത്തിലേക്ക് ചെന്നിറങ്ങി അതിൽ നിന്നും കുറച്ച് സാമ്പിൾ ശേഖരിച്ച് തിരികെ ഭൂമിയിലേക്ക് തന്നെ എത്തിക്കുന്നു എന്നതാണ് ഓസറിസ് റെക്സ് എന്ന മിഷൻ കൊണ്ട് നാസ ഉദ്ദേശിക്കുന്നത്. ഇതിൽ എന്താണ് ഇത്ര കാര്യമിരിക്കുന്നത് എന്ന് പറയുന്നതിന് മുൻപ് നമുക്ക് ആസ്റ്ററോയിഡ് അല്ലെങ്കിൽ ചിഹ്നഗ്രഹം എന്താണെന്ന് കൂടി ഒന്നറിയാം. ഒരു മിനി പ്ലാനറ്റ് എന്നൊക്കെ ചിഹ്നഗ്രഹത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇവയെ ഉൽക്കയായോ ഗ്രഹമായോ കണക്കാക്കാൻ സാധിക്കില്ല. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ആസ്റ്ററോയിഡ് ബെൽറ്റിൽ സ്ഥിതി ചെയ്തുകൊണ്ടാണ് ഇവ സദാ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ സൗരയൂഥം നിർമ്മിതമാവുന്ന സമയത്തിന് മുൻപ് ഉണ്ടായ അവശിഷ്ടങ്ങളാണിവ. ഈ ചിഹ്നഗ്രഹങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഏകദേശ കണക്ക് പ്രകാരം വെസ്റ്റ എന്ന് പറയുന്നതാണ് ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ചിഹ്നഗ്രഹം എന്ന് പറയുന്നത്. 530 കിലോമീറ്റർ വൈഡാണ് ഈ ചിഹ്നഗ്രഹം എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഒരു 33 അടി വരെയൊക്കെ ഉണ്ടാകും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ചിഹ്നഗ്രഹങ്ങളുടെ എല്ലാം മൊത്തത്തിലുള്ള മാസ് എടുത്തു വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രനേക്കാൾ വളരെ കുറവാണ്. 2016 സെപ്റ്റംബർ 8 ഓസറിസ് റെക്സ് എന്ന മിഷൻ ആദ്യമായി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ചിഹ്നഗ്രഹമായ ബെന്നു ആണ്. ഈ ബെന്നു എന്ന് പറയുന്ന ചിഹ്നഗ്രഹം ഒരു 6 വർഷം കൂടുമ്പോൾ നമ്മുടെ ഭൂമിയുടെ അരികിലൂടെ കടന്നു പോകും. അരികിലൂടെ എന്ന് പറയുമ്പോൾ വളരെ അടുത്തല്ല, ഒരു 2,99,000 കിലോമീറ്റർ ദൂരവ്യത്യാസത്തിലായിരിക്കും ഇത് കടന്നു പോകുന്നത്. ഒക്ടോബർ 20, 2020 ഈ പേടകം ബെന്നുവിൽ ഇറങ്ങുകയും അതിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് സെപ്റ്റംബർ 24, 2023 തിരികെ ഭൂമിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഒരു ക്യാപ്സ്യൂളിൽ പാരച്യൂട്ടിന്റെ സഹായത്തോടെയാണ് ഇത് ഭൂമിയിലേക്ക് അന്ന് വന്നിറങ്ങിയത്. ശാസ്ത്രലോകത്തിന് ഇന്നേ വരെ ഉത്തരം ലഭിക്കാതെ ഒരു ചോദ്യചിഹ്നം പോലെ ഇപ്പോഴും നിലനിൽക്കുന്ന ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയുടെ രഹസ്യം, അതിനു പിന്നിലെ ചരിത്രം എന്താണ് എന്ന് കണ്ടുപിടിക്കാനാണ് ശാസ്ത്രജ്ഞർ ഇത്തരത്തിലുള്ള മിഷനുകൾ മുൻകൈയെടുത്ത് നടത്തുന്നത്. തൽക്കാലം ഇപ്പോൾ നിലനിൽക്കുന്നത് വെറും ഊഹാപോഹങ്ങളാണ്. അതായത് തെളിവുകൾ നിരത്തി ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാനായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും തന്നെയില്ല. അങ്ങനെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ കഴിയുള്ളൂ. ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയിലേക്ക് വന്നു പതിച്ച ആസ്റ്ററോയിഡിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഭൂമിയിൽ ജലത്തിന്റെ ഉൽപാദനത്തിനും ജീവന്റെ ആവിർഭാവത്തിനും കാരണമായത് എന്നാണ് ഈ സയന്റിസ്റ്റുകൾ വിശ്വസിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആസ്റ്ററോയിഡിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തുന്നതും അതിലൂടെ ഇത് തെളിയിക്കാം എന്നവർ പ്രതീക്ഷിക്കുന്നു. ബെന്നു എന്ന് പറയുന്ന ഭൂമിയോട് ഏറ്റവും അടുത്ത ഈ ചിഹ്നഗ്രഹത്തിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് പരിശോധിച്ചത് വഴി വളരെയധികം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ വിവരങ്ങളേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്താണ് ബെന്നുവിൽ അടങ്ങിയിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഏകദേശം 700 മില്യൺ മുതൽ 2 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭീമാകാരൻ ചിഹ്നഗ്രഹത്തിൽ നിന്ന് അടർന്നു മാറിയതാണ് ബെന്നു. കാർബൺ കണ്ടന്റ് ഒരുപാടുള്ള ഒരു ചിഹ്നഗ്രഹമാണ്. വെറും 1/2 കിലോമീറ്ററിൽ താഴെയാണ് ഇക്വേറ്ററിൽ നിന്നുള്ള ഇതിന്റെ വലിപ്പം എന്നത്. നമ്മുടെ സൗരയൂഥത്തിന്റെ ജനനം തൊട്ടുള്ള പഴക്കം ഇതിനുണ്ട്. ഇതിന്റെ ആദ്യത്തെ 10 മില്യൺ വർഷത്തെ രൂപത്തിലാണ് ബെന്നു ഇപ്പോഴും കാണപ്പെടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബെന്നുവില് ജീവൻ കാണാൻ ഒരു സാധ്യതയില്ല. ഇതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഏൽക്കുന്ന ബെന്നുവിന്റെ ഭാഗത്തെ താപനില എന്ന് പറയുന്നത് 116 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ സൂര്യപ്രകാശം ഏൽക്കാത്ത മറുഭാഗത്തെ താപനില എന്ന് പറയുന്നത് -100 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൂടാതെ ഇവിടെ അന്തരീക്ഷമില്ല.
അന്തരീക്ഷ മർദ്ദമില്ല, വായുവില്ല, ജലമില്ല. അങ്ങനെ ജീവന്റെ ഉത്ഭവത്തിന് ആവശ്യമായിട്ടുള്ള യാതൊരു സംഭവവും ഇവിടെ ഇല്ല. നിലവിൽ ബെന്നുവിൽ നിന്നും ശേഖരിച്ച 121.6 ഗ്രാം വരുന്ന സാമ്പിൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ, അതായത് ഈ പരിശോധനയുടെയൊക്കെ ഫലം പുറത്തു വന്നതിന്റെയൊക്കെ ബേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ പണ്ട് മുതൽക്ക് പഠിച്ച പുസ്തകത്തിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങളെയൊക്കെ മാറ്റി എഴുതാൻ കണ്ടുപിടുത്തത്തിന് സാധിച്ചു എന്ന് വേണം പറയാൻ. അതായത് ഈ സോളാർ സിസ്റ്റം എങ്ങനെയാണ് ഉത്ഭവിച്ചത്, ആ ഒരു തിയറി മൊത്തത്തിൽ ഈ ഒരു ഫലം പുറത്തു വന്നതോടെ മാറ്റി എഴുതപ്പെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഈ സൗരയൂഥം രൂപപ്പെടാൻ കാരണമായിട്ടുള്ള ചേരുവകളെല്ലാം തന്നെ ബെന്നുവിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ജീവന്റെ നിർമ്മിതിക്ക് അനുയോജ്യമായ ഘടകങ്ങൾ കാർബൺ, നൈട്രജൻ എന്നിവ ഈ സാമ്പിളിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നേരത്തെ റിമോട്ട് സെൻസിംഗ് ഡാറ്റ ഉപയോഗിച്ച് ഇവർ മനസ്സിലാക്കിയ തന്നെയാണ്. എങ്കിലും മഗ്നീഷ്യവും സോഡിയം ഫോസ്ഫേറ്റും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് ഇത് പരിശോധിച്ചപ്പോഴാണ് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബെന്നു എന്ന് പറയുന്ന ആസ്ട്രോയിഡ് അടർന്നു മാറിയത് ഒരു ഭീമാകാരനായിട്ടുള്ള വലിയൊരു ചിഹ്നഗ്രഹത്തിൽ നിന്നാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിഹ്നഗ്രഹം എന്ന് പറയുന്നത്, ആ ഒരു ചിഹ്നഗ്രഹത്തിനുള്ളിൽ ഒരു കടൽ ഉണ്ടായിരുന്നിരിക്കാം എന്നതാണ്. കാരണം ഇപ്പോൾ ഭൂമിയുടെ കടലുകളിലേക്ക് അടുത്തായി കാണപ്പെടുന്ന പലതരത്തിലുള്ള കല്ലുകളിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളുടെ സാന്നിധ്യം ഈ സാമ്പിളുകളിലും ഉള്ളതായിട്ട് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സാമ്പിളിലുള്ള മൂലകങ്ങൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് കാർബണേറ്റ്, അയൺ ഓക്സൈഡ്, അയൺ സൾഫൈഡ് തുടങ്ങി പിന്നെ മറ്റൊരു അപ്രതീക്ഷിത കണ്ടെത്തലായ ജലത്തിൽ ലയിക്കുന്ന ഫോസ്ഫേറ്റുകൾ, ഇവയെല്ലാം തന്നെ ഭൂമിയിൽ നിന്ന് കാണപ്പെടുന്ന ജീവന്റെ ഉൽപ്പത്തിക്കുള്ള ചേരുവകളാണ്. ഈ ബെന്നുവില് 2018 ഡിസംബർ മാസത്തിൽ ഈ പേടകം ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു വീഡിയോയും ചെറിയ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു ചിഹ്നഗ്രഹം മൊത്തം ഉരുളൻ കല്ലുകളാൽ നിറഞ്ഞിരുന്ന ഒരു സ്ഥലമായിരുന്നു. ചിലതിനൊക്കെ 72 അടി നീളം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ആസ്ട്രോയിഡിൽ ഇറങ്ങി, ഈ പേടകം ഇറങ്ങി ഇതിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് തിരികെ മടങ്ങാൻ നോക്കവേ ഇത് പതിയെ അതിന്റെ ഉള്ളിലേക്ക് താഴ്ന്നു പോവുകയുണ്ടായി. കാരണം അത്രയ്ക്കും ലൂസി ആയിട്ടുള്ള ഒരു സർഫസ് ആണ് ഈ ആസ്ട്രോയിഡിനുണ്ടായിരുന്നത്. പിന്നെ ത്രസ്റ്ററുകളുടെ സഹായത്തിലൊക്കെ ബൂസ്റ്റ് ചെയ്താണ് ഇത് ഉയർന്നു പോകുകയുണ്ടായി. നിലവിലെ നാസ ഓസിറിസ് റെക്സ് എന്ന ഈ മിഷനെ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. പകരം അപ്പോഫിസ് എന്ന് പറയുന്ന ഒരു ആസ്ട്രോയിഡിനെയാണ് ഇനി ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ബെന്നുവിൽ നിന്ന് വ്യത്യസ്തമായി സിലിക്കേറ്റ് മെറ്റീരിയൽ, നിക്കൽ, അയൺ തുടങ്ങിയ മെറ്റീരിയൽ കൊണ്ടാണ് ഈ അപ്പോഫിസ് എന്ന് പറയുന്ന ആസ്ട്രോയിഡ് നിർമ്മിതമായിരിക്കുന്നത്. ബെന്നു നേരത്തെ പറഞ്ഞുള്ളൂ, അതൊരു കാർബണേറ്റ് ആയിട്ടുള്ള, അതായത് കാർബൺ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ആസ്ട്രോയിഡ് ആണ്. ഏപ്രിൽ 13, 2029 അപ്പോഫിസ് എന്ന ഈ ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയുടെ തൊട്ടരികിലൂടെ കടന്നു പോകുമെന്നാണ് പറയുന്നത്. തൊട്ടരികിൽ എന്ന് പറയുമ്പോൾ ഒരു 32,000 കിലോമീറ്റർ ദൂര വ്യത്യാസത്തിലൂടെ ആയിരിക്കും ഇത് കടന്നു പോകുന്നത്. പക്ഷെ നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് പതിക്കില്ല എന്നാണ് ശാസ്ത്രജ്ഞർ ഉറപ്പ് നൽകുന്നത്. പക്ഷെ നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ള സാറ്റലൈറ്റുകളുടെയൊക്കെ അടുത്തുകൂടിയായിരിക്കും ഈ ആസ്ട്രോയിഡ് കടന്നു പോകുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ 7500 വർഷം കൂടുമ്പോഴാണ് ഇതുപോലൊരു ആസ്ട്രോയിഡ്, അതായത് അപ്പോഫിസ് എന്ന് പറയുന്ന ഈ ആസ്ട്രോയിഡ് ഭൂമിയുടെ അരികിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. 340 മീറ്റർ വ്യാസമാണ് ഈ ആസ്ട്രോയിഡിനുള്ളത്. പിന്നെ ഈ ഒരു സമയത്തായിരിക്കും ഈ ഓസിറിസ് റെക്സ് എന്ന് പറയുന്ന ഈ മിഷൻ നാസ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഭൂമിയുടെ അടുത്തുകൂടി കടന്നു പോകുന്ന ഈ ഒരു സമയത്തായിരിക്കും ഈ ഒരു പേടകം അതിലിറങ്ങുകയും സാമ്പിൾ കളക്ട് ചെയ്യുകയും ചെയ്യുന്നത് എന്നാണ് സയന്റിസ്റ്റ് പറയുന്നത്. ഈ അപ്പോഫിസ് ഭൂമിയുടെ അടുത്തുകൂടി കടന്നു പോകുമ്പോൾ അതിനുള്ളിൽ ഒരുപാട് സംഭവങ്ങളുണ്ടാകും. അതായത് അതിന്റെ ഓർബിറ്റൽ പീരീഡിൽ വ്യത്യാസം വരും. ഈ അപ്പോഫിസിലെ ഒരു ദിവസത്തിന് 30.6 മണിക്കൂർ ദൈർഘ്യം ഉണ്ടാകും. അതുപോലെ കുലുക്കം ഉണ്ടാകാം, മണ്ണിടിച്ചിലുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ആസ്ട്രോയിഡിന് ആ ഒരു സമയത്ത്, അതായത് ഭൂമിയുടെ അടുത്തുകൂടി കടന്നു പോകുന്ന സമയത്ത് സംഭവിക്കും. ഈ അപ്പോഫിസിൽ നിന്ന് ഇവർക്ക് സാമ്പിളുകൾ ശേഖരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഒരു വളരെ വലിയൊരു നേട്ടമായിരിക്കും ശാസ്ത്രലോകത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള തെളിവുകൾ ഈ ഒരു ആസ്ട്രോയിഡിലെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുമെന്നാണ് ഇവർ ഉറച്ചു പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും 2029 ഏപ്രിൽ വരേക്കും നമുക്ക് കാത്തിരിക്കാം. ഒരു ശുഭവാർത്ത ഇതുപോലെ, ഈ കഴിഞ്ഞതുപോലെയുള്ള ഒരു ശുഭവാർത്ത വീണ്ടും നമുക്ക് കേൾക്കാൻ ഇടയാകട്ടെ എന്ന ഒരു പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരേക്കും ഗുഡ് ബൈ.